ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും കുരുക്ക്. പ്രശാന്തിന്റെ ഭരണസമിതി ദ്വാരപാലക പാളികളിൽ സ്വർണം പൊതിയാൻ നടത്തിയ ഇടപെടലുകളും അന്വേഷിക്കുമെന്ന് SIT. 4 ഘട്ടങ്ങളിലായി നടക്കുന്ന അന്വേഷണത്തിൽ 1998 മുതൽ 2025 വരെയുള്ള ക്രമക്കേടുകളും അന്വേഷിക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേർന്നു. പ്രശാന്ത്, നമുക്ക് PS പ്രശാന്തിലേക്ക് വരാം. അതിനു മുൻപ് ഈ 98 മുതൽ ഇങ്ങോട്ട് സെപ്റ്റംബർ വരെയുള്ള ക്രമക്കേടുകൾ എല്ലാം അന്വേഷിക്കും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ സമയത്ത് ഇത്ര വലിയ പഴക്കമുള്ള വർഷത്തു നിന്ന് തുടങ്ങുന്നു ഈ അന്വേഷണ പരിധി വികസിപ്പിക്കാൻ കാരണമെന്ത്? ആയിരത്തി 1998 മുതൽ 2025 വരെയുള്ള ക്രമക്കേടുകളും അന്വേഷിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അതായത് ഇത് 4 ഘട്ടങ്ങളായി വിപുലീകരിച്ചുകൊണ്ട് 1998 മുതൽ 2025 വരെയുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ SIT പറയുന്നത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ CPMന്റെ ഭരണസമിതിയിൽ ഇരുന്നവർ മാത്രമല്ല, മറ്റ് കോൺഗ്രസിൻ്റെ അടക്കം ഭരണസമിതിയിൽ ഇരുന്ന ഈ 98 കാലം തൊട്ട് 2025 വരെയുള്ള ഈ കാലയളവിൽ CPMന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഭരണസമിതിയിൽ ഇരുന്നവരുടെ ക്രമക്കേടുകളടക്കം പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. പാരഡി പാട്ടുകളടക്കം അത് വലിയ രീതിയിൽ ചർച്ചയാകുകയും CPMന് വലിയ നഷ്ടം വരുത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ CPMനുണ്ടായി, ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം കാരണം ശബരിമല സ്വർണ്ണ കവർച്ച തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഇത് കോൺഗ്രസ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കൂടി പ്രതിരോധത്തിലാക്കുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഈ 98 മുതൽ 2025 വരെയുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസിനെ കൂടി രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുക എന്നതുകൂടി ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ശബരിമല എല്ലാ കാലത്തും ഈ ഇടത് വലത് മുന്നണികൾ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ള, അതായത് ശബരിമലയിൽ ഈ ഇടതു വലത് മുന്നണികൾ എല്ലാ കാലത്തും ക്രമക്കേടുകൾ നടത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല, നമുക്കറിയാം. അതുകൊണ്ടാണ് CPM പറയുന്നത് ഇത് നിങ്ങളുടെ കാലത്തും ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കാലത്തിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭരണസമിതി ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായ ക്രമക്കേടുകൾ കൂടി കണ്ടെത്തുകയും അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുക കൂടി ചെയ്യുകയാണ് CPMന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കമെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ശബരിമല തന്നെ വിഷയം ചർച്ചയാകുമെന്ന് CPMന് അറിയാം. അതുകൊണ്ട് തന്നെ മുൻ ക്രമക്കേടുകൾ കൂടി കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ 98 കാലത്ത് തൊട്ടുള്ള അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ആ കാലം തൊട്ടുള്ള ഒരു ക്രമക്കേടുകൾ കണ്ടെത്തുകയും ആ ക്രമക്കേടുകളിൽ ഇനി കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഭരണസമിതിയിൽ ഇരിക്കുന്ന സമയത്ത് സമാനമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കുക ലക്ഷ്യം കൂടി CPMന് ഇതിൽ നിന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം വിപുലമാക്കാൻ മറ്റൊരു കാര്യം, ഈ PS പ്രശാന്ത് കൂടി കുരുക്കിലാകുന്നുവോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതായത് ഈ PS പ്രശാന്തിന്റെ കാലത്ത്, അതായത് അവസാനം പാളികൾ കൊണ്ടുപോകുമ്പോൾ ദേവസ്വം കമ്മീഷണറുടെ അനുമതി പോലും വാങ്ങിയിരുന്നില്ല എന്ന വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത്. അപ്പോൾ അവിടെയുമുണ്ട് പ്രശ്നം. പ്രശാന്ത് വലിയ കുരുക്കിലേക്ക്. കൃഷ്ണരാജ്, തീർച്ചയായും നമുക്കറിയാം ഇതിൻ്റെ എല്ലാം തുടക്കം വരുന്നത് അവിടെ നിന്നാണ്. ഈ അവസാനമായി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി പോകുന്ന സമയത്താണ് ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്നത് 3 മാസങ്ങൾക്ക് മുമ്പ്. അതായത് ദേവസ്വം കമ്മീഷണർ ബോർഡും അനുമതിയില്ലാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. അന്ന് ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് പറഞ്ഞത് ഇത് കൊണ്ടുപോയത് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത് അത് സ്പോൺസർ ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് കൊണ്ടുപോകുന്നത്, എല്ലാം നിയമപരമായിട്ടാണ് സുതാര്യമായിട്ടാണ് എന്നതൊക്കെയാണ് അന്ന് പറഞ്ഞതെങ്കിൽ ആ സ്പോൺസറായിട്ടുള്ള വ്യക്തിയാണ് പിന്നീട് ഈ കേസിലേക്ക് അറസ്റ്റിലാകുകയും ഈ കേസിലെ 1-ാം പ്രതിയായി മാറുകയും ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആ വ്യക്തിയിലേക്ക് എത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ
PS പ്രശാന്തിനും കുരുക്കുകൾ മുറുകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് PS പ്രശാന്തിൻ്റെ ആ ഭരണസമിതി 2025 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്, അതായത് ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതും അതിലും ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതായിട്ടുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഇതും അന്വേഷണത്തിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ PS പ്രശാന്തിനും കുരുക്കുകൾ മുറുകുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം SIT പറഞ്ഞിരുന്നു മുഴുവൻ രേഖകളുമായി PS പ്രശാന്ത് മൊഴി എടുക്കാൻ ഹാജരാകണമെന്ന്, SITക്ക് മുമ്പേ ഹാജരാകണമെന്ന് അറിയിച്ചിരുന്നു. അതിന് എന്തായാലും ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതിൽ ഈ ക്രമക്കേടുകളിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം ചെന്നെത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ചില തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുള്ളതാണ് SIT പറയുന്നത്. അതായത് ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതുമായി ബന്ധപ്പെട്ട, അത് PS പ്രശാന്ത് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ മുൻകാലങ്ങളിൽ നടന്ന എല്ലാ ക്രമക്കേടുകളും, ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കവർച്ച അടക്കമുള്ള എല്ലാ ക്രമക്കേടുകളും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് അന്വേഷിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ 98 മുതൽ 2025 വരെയുള്ള എല്ലാ ക്രമക്കേടുകളും അന്വേഷിച്ച് ഒരു 4 ഘട്ടങ്ങളിൽ സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനും കുരുക്ക് മുറുകുകയാണ്. മറുവശത്ത് 98 മുതലുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കും. 4 ഘട്ടങ്ങളായി അന്വേഷിക്കാനാണ് SITയുടെ നീക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.